ഇപ്പോൾ ചൂട് വിഷയത്തിൽ പാലക്കാട്ടെ ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഓർഡറിൽ കാരണം അംഗൻവാടികൾ എപ്പോഴും നമ്മൾ കുട്ടികളെ വിടുക എന്നുള്ളത് മാതാപിതാക്കളുടെയും കൂടെ ഒരു ചോയ്സ് ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. കാരണം മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട, ഇപ്പം തണലത്ത് നിന്ന് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻസും ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല, നമ്മളുടെ ഇവിടെ നിന്നാണെങ്കിലും കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമ്മുടെ അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് കുറേ പേരെങ്കിലും തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരുടെ മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പം അവർ വീട്ടിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അംഗൻവാടികൾക്ക് കൊടുക്കാത്തത് നിയന്ത്രണമില്ല, അംഗൻവാടികൾക്ക് നിയന്ത്രണമില്ല. അംഗൻവാടികൾക്ക് ഇപ്പം അതെപ്പോഴും പേരൻസിന്റെ ചോയ്സ് ആണല്ലോ. അംഗൻവാടികളിൽ വിടാതിരിക്കാം, കുട്ടികളെ വിടാതിരിക്കണമെങ്കിൽ പേരൻസിന് അത് ചെയ്യാം. പല കോണുകളിൽ നിന്നും ആവശ്യം ഉയരുന്നുണ്ട്. ഏറ്റവും ചെറിയ കുട്ടികളാണ് അംഗൻവാടി കുട്ടികൾ, ഏറ്റവും ചെറിയ കുട്ടികളാണ്. പിന്നെ പല അംഗൻവാടികളും ഈ ഷീറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അംഗൻവാടികളിലുള്ളൊരു അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അംഗൻവാടികൾ നിർത്തലാക്കി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പം ചില പേരൻസിനെങ്കിലും ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് ഡെയിലി വേജിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികളെ വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അത് ആ വീടിൻ്റെ ലൈവ്ലിഹുഡിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അംഗൻവാടികൾ നമ്മൾ നിർത്തലാക്കാത്തത്. അതല്ല, പേരൻസിന് ആ കാര്യത്തിൽ ഇൻഡിവിജ്വലി തീരുമാനമെടുക്കാം, അംഗൻവാടികളിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കാം. സംസ്ഥാന സർക്കാർ രാവിലെ 7:30 മുതൽ 10:30 വരെ ക്ലാസ്സുകൾ, അവധിക്കാല ക്ലാസ്സുകൾ നടത്താമെന്ന് പറഞ്ഞു. നമ്മളത് അതാണ് പറഞ്ഞത്. ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യണ്ട എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം വളരെയധികം പരാതികൾ നമുക്ക് കുട്ടികളുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ അടുത്തുനിന്ന്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജസിൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയുടെ അടുത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പരമാവധി അതൊരു ഏർജൻസി ബേസിസിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഓർഡറിലും പറയുന്നത്, എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ, അർജൻറ്റായിട്ട് എക്സാംസ് ഉണ്ട്, മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സഫീഷ്യൻറ്റ് ഫെസിലിറ്റീസ് കൊടുത്തിട്ട് എക്സാംസ് നടത്തുക. ഇല്ലില്ല, അങ്ങനെയൊന്നും അലോട്ടിൽ മാറ്റം വന്നിട്ടില്ല. പക്ഷേ UV ഇൻഡെക്സ് ഹൈ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു പൊതുവേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം, ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നില്ല, അത്യാവശ്യം നല്ലൊരു ചൂടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ എടുക്കാം. ഇതിലിപ്പോൾ ഈ തൊഴിലുറപ്പ് ഡയറക്ടർ തന്നെ ഈ സമയം ക്രമീകരിക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ പല ഈ ഹൈവേ വർക്കുകൾ ഇങ്ങനത്തെ ആളുകൾ നേരിട്ട് ചൂട് കൊള്ളുകയാണ്, റോഡിന്റെ ചൂടും. പാലക്കാട് ജില്ലാ കളക്ടർ ചൂട് വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ്. പാലക്കാടെല്ലാം ചുട്ടുപൊള്ളുകയാണ്. 40 ഡിഗ്രി സെൽഷ്യസിന് മാത്രമല്ല സംസ്ഥാനത്തെ 12 ജില്ലകളിൽ ഈ പറഞ്ഞ പോലെ ഉയർന്ന താപനില ഉണ്ടാകും. യെല്ലോ അലർട്ട് എന്നൊക്കെ തരത്തിൽ കടുത്ത മുന്നറിയിപ്പാണ് ഉള്ളത്. അത് തന്നെയാണ് വലിയ ആശങ്കയാണ് ഈ കുട്ടികളുടെ കാര്യത്തിലൊക്കെ തന്നെ. പ്രത്യേകിച്ച് അവരെ ഈ ഡേ കെയറിലോ അല്ലെങ്കിൽ അങ്കണവാടികളിലോ ഒക്കെ തന്നെ വിട്ട് പോകുന്ന ധാരാളം അമ്മമാരുണ്ട്, അല്ലെങ്കിൽ പാരൻസ് ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ കളക്ടർ ഉന്നയിച്ചത് ഒരു 2 തരത്തിലാണ്. ചൂട് കാരണം പുറത്തേക്ക് വിടാനും പറ്റില്ല, പക്ഷേ അവരുടെ ഉപജീവനമാർഗം എങ്ങനെയെന്നുള്ള വലിയ ആശങ്കയുമുണ്ട്. അങ്ങനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. ചൂടും പ്രശ്നമാണ്, ഒപ്പം തന്നെ അവരുടെ ലൈവ്ലിഹുഡും ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളത് തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.